അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് ഈ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഇറച്ചിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ പിന്നെ ബീഫ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫ് വേവിച്ചെടുത്തതുണ്ട്. പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കാനുള്ള സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലൊന്ന് ഇളക്കി പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ അത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ നല്ലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് നല്ല വേവിച്ചെടുത്ത് ഇനി ഒന്നൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ആ പൊടികളൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് ഇളക്കി പിന്നെ വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ബീഫ് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സാക്കി വേവിച്ചെടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ചപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ മസാല നല്ലൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി ഒന്ന് പിന്നെ ഉതിർത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് ഉതിർത്തി കൊടുക്കുക. നല്ലത് ഉതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊണ്ട് നല്ലൊന്ന് നനച്ചെടുക്കാം. പിന്നെ ഇനി പുട്ടുകുറ്റി കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടും കുറ്റിയിൽ ആദ്യം നമ്മൾ ചില്ലിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ പിന്നെ ഈ പുട്ടിൻ്റെ പൊടി പിന്നെ മസാല അങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പുട്ടുപൊടി പിന്നെ ഇറച്ചി മസാല അങ്ങനെ ആയിട്ട് ഈ കുറ്റി നിറച്ചിട്ട് നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ അങ്ങനെ ചുട്ടെടുക്കുക. ഈ ഇറച്ചിപ്പുട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കഴിക്കാം. പിന്നെ വെജിറ്റബിളുണ്ട്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, കോളിഫ്ലവർ അങ്ങനെ വെജിറ്റബിൾ മസാല, ചിക്കൻ മസാല, പിന്നെ എഗ്ഗ് പുഴുങ്ങിയാണ്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് മസാല ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുക. പുട്ട് മസാല നമുക്ക് ഏത് മസാല വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് പിന്നെ തൂക്കിൽ വെള്ളം വെച്ച് തിളച്ചിരുന്നവിടെ വെച്ച് ആവി വന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിപ്പോൾ ഇറക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല ഇറച്ചി മസാല പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.